ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 15. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം കഥാഃ. വിവർത്തനം. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഭാവാർത്ഥം: അസ്ഥിരമായ ഈ ഭൗതിക പ്രപഞ്ചം ജനനം, വാർദ്ധക്യം, രോഗം, മരണം എന്നിവയാൽ ക്ലേശ ബഹുലമാകയാൽ പരിപൂർണത നേടി ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണലോകം പ്രാപിച്ച ഒരാൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല. ഈ സർവോത്കൃഷ്ട ഗ്രഹത്തെയാണ് വൈദിക സാഹിത്യം അവ്യക്തമെന്നും അക്ഷരമെന്നും പരമാം ഗതിയെന്നും വിളിച്ചു വരുന്നത്. ഭൗതിക ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തതും വിവരണാതീതവുമാണ് സമുന്നതമായ ആ പ്രാപ്യസ്ഥാനം. മഹാത്മാക്കളുടെ ലക്ഷ്യസ്ഥാനമാണത്. ഈ മഹാത്മാക്കൾ സാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തരിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിച്ചു പോരുന്നതിനാൽ ക്രമേണ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ അതീന്ദ്രിയ സേവനത്തിൽ നിരതരായവർക്ക് ഏതെങ്കിലും ഭൗതിക ഗ്രഹങ്ങളിൽ ഉന്നത പദവി നേടണമെന്ന ആഗ്രഹമേ ഇല്ലാതാവും. ആധ്യാത്മിക ഗ്രഹങ്ങളിൽ കയറിപ്പറ്റണമെന്നും അവർ ഇച്ഛിക്കാറില്ല. കൃഷ്ണനെയും കൃഷ്ണനുമായുള്ള സമ്പർക്കത്തെയും മാത്രമേ അവർ കാക്ഷിക്കുന്നുള്ളൂ. ഇതാണ് ജീവിതത്തിൻ്റെ ഉന്നതമായ പരിപൂർണത. വ്യക്തിഭാവത്തോടെ കൃഷ്ണനെ ഭജിക്കുന്നവരുടെ കാര്യമാണിവിടെ എടുത്തു കാട്ടിയിരിക്കുന്നത്. കൃഷ്ണാവബോധമുദിച്ച ഈ ഭക്തന്മാർ അത്യുന്നതമായ ജീവിത പരിപൂർണത നേടുന്നു. ഇവരത്രേ സമുത്കൃഷ്ട ആത്മാക്കൾ. ശ്ലോകം 16. ആ ബ്രഹ്മ ഭുവനാലോകാ പുനരാവർത്തിനോർജുന മാമുപേത്യ തു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. വിവർത്തനം. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം അഥവാ ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എൻ്റെ പരമപദത്തിലെത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. ഭാവാർത്ഥം: കർമ്മജ്ഞാന ഹഠയോഗങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നവർക്കെല്ലാം പരമദിവ്യമായ കൃഷ്ണൻ്റെ ധാമം പോകണമെങ്കിൽ കൃഷ്ണാവബോധം അഥവാ ഭക്തിയോഗത്തിൽ പരിപൂർണത നേടേണ്ടി വരും. ഉത്കൃഷ്ടങ്ങളായ ഭൗതിക ലോകങ്ങളെയും ദേവന്മാരുടെ ഗ്രഹങ്ങളെയും പ്രാപിക്കുന്നവർ വീണ്ടും ജനന മരണങ്ങൾക്ക് അധീനരാകുന്നു. ഭൂമിയിലെ മനുഷ്യർ അതിനേക്കാൾ ഉത്കൃഷ്ടങ്ങളായ ഗ്രഹങ്ങളിൽ കയറിപ്പറ്റുന്നത് പോലെ തന്നെ ബ്രഹ്മലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം എന്നീ ഉന്നത പദങ്ങളിൽ നിന്ന് ജീവാത്മാക്കൾ ഭൂമിയിലേക്ക് വരികയും ചെയ്യും. ഛാന്തോഗ്യോപനിഷത്തിൽ വിവരിക്കുന്ന പഞ്ചാഗ്നി എന്ന യജ്ഞമനുഷ്ഠിച്ച മനുഷ്യന് ബ്രഹ്മലോകം പോകാൻ കഴിയും. എന്നാൽ ബ്രഹ്മലോകത്തിൽ വെച്ച് കൃഷ്ണാവബോധം പരിശീലിക്കാതിരുന്നാൽ അയാൾക്ക് ഭൂമിയിൽ തിരിച്ചു വരേണ്ടി വരും. ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ വസിച്ച് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നവർ കൂടുതൽ കൂടുതൽ ഔത്കൃഷ്ട്യമുള്ള ഗ്രഹങ്ങളിലേക്ക് ക്രമേണ ഉയർന്ന് മഹാപ്രളയകാലത്ത് ശാശ്വതമായ ആത്മീയധാമത്തിലെത്തുന്നു. ശ്രീധര സ്വാമി തൻ്റെ ഗീതാഭാഷ്യത്തിൽ പറയുന്നു: ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തേ കൃതാത്മാനഃ പ്രവിശന്തി പരം പദം. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ നാശത്തിൽ ബ്രഹ്മാവും സദാ കൃഷ്ണാവബോധ നിരതനായ തൻ്റെ ഭക്തന്മാരും ആധ്യാത്മിക പ്രപഞ്ചത്തിലുള്ള തങ്ങളുടെ സവിശേഷ ഗ്രഹങ്ങളിൽ ഇഷ്ടാനുസാരം ചെന്നു ചേരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.